പാമ്പൻചോല നാഷണൽ പാർക്കിനകത്ത് കയറുമ്പം നല്ല പച്ചപ്പും നല്ല രസമാണ് അതിനകത്തൂടെ പോരാനായിട്ട് കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ കാട്ടുപോത്തിനെ ഒരു 3-4 എണ്ണത്തിനെ ഒന്നിച്ച് നിൽക്കുന്നത് 3-4 അതിൽ കൂടുതലുണ്ടായിരുന്നു. നമസ്കാരം. നമ്മൾ മൂന്നാറിലാണ്. ഒരു ചുരുളിപ്പൻ കാറ്റുമുണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് തണുപ്പുമുണ്ട്. മഴയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലമുകളിലായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഫോഗൊക്കെ ഉണ്ട്. അതുപോലെ ചെറുതായിട്ട് മരങ്ങളുണ്ട്, പച്ചപ്പൊക്കെ ആയിട്ട് മലകൾ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളാണ്. മൂന്നാറിൻ്റെ ആ തേയിലത്തോട്ടങ്ങൾ കാണാനും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ കാണാം, അങ്ങ് ദൂരെയായിട്ട് മലകളൊക്കെ കാണാം, ഇടയ്ക്ക് ഇഷ്ടംപോലെ മരങ്ങൾ കാണാം. പക്ഷേ നമ്മൾ മൂന്നാറിൽ നിൽക്കില്ല, നമ്മൾ വട്ടവടയ്ക്ക് പോവുകയാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വട്ടവട എത്താൻ പറ്റും. പക്ഷേ വട്ടവടയിൽ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കണ്ട് അങ്ങോട്ട് പോകാം. തുടങ്ങല്ലേ യാത്ര. ഫാമിലിയുടെ കൂടാണ്. അവർ വണ്ടിയിലിരുന്ന് ഉറക്കമാണ്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വാ. നമ്മളങ്ങനെ മൂന്നാറിൽ നിന്ന് യാത്ര ചെയ്ത് വട്ടവടയിലെത്തി. വട്ടവടയിലെ ചിലന്തിയാർ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകളുള്ള വട്ടവട വരെ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് പോകാം പെട്ടെന്ന്. നമ്മൾ മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം നിർത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോട്ടോ പോയിൻ്റ് ആണ്. ഫോട്ടോ പോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ശരിക്കും മനം മയങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആൾക്കാരെല്ലാവരും വന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത്. അവിടെ കുതിര സവാരിക്കാണെങ്കിൽ കുതിരയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു, മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുതിരയെ വരെ ഇങ്ങനെ അവർ റെയിൻകോട്ടൊക്കെ ഇടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മൂന്നാറിൻ്റെ ചുറ്റുവട്ടത്തെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ അകത്തൂടെ തന്നെയാണ് നമ്മൾ മിക്കവാറും എല്ലാം യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് മാടുപെട്ടി അല്ലെന്നുണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന ഡാമിൻ്റെ സൈഡിലേക്കാണ്. മാട്ടുപ്പെട്ടി സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഇഷ്ടംപോലെ പുൽമേടുകൾ കാണാം. അതുകൂടാതെ ഡാമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷേ ഞങ്ങൾ വന്നപ്പം മഴച്ചാറ്റിലുണ്ടായിരുന്നു, അതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോയില്ല. നമുക്ക് ഡാമൊക്കെ കാണാം. അതിൻ്റെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കടികളൊക്കെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അതല്ല നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും പോകാം. അതൊക്കെ കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടിട്ട് അതിലേ തന്നെ ക്രോസ് ചെയ്ത് നമ്മൾ എക്കോ പോയിന്റിലെത്തും. എക്കോ പോയിന്റിലെത്തിയിട്ട് നമ്മളൊന്ന് വിളിച്ച് എക്കോയെന്ന് വിളിച്ചാലും മതി, അപ്പുറത്തുനിന്ന് എക്കോ തിരിച്ച് ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞോളും. അപ്പോൾ ആ എക്കോ പോയിന്റിലെ കുറച്ച് വിഷ്വൽസും കണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ ഒന്ന് വിളിച്ച് കാറി കൂവിയിട്ടൊക്കെയാണ് നമ്മൾ അവിടുന്ന് പോരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇരുണ്ട് തുടങ്ങി കേട്ടോ. എന്നാലും നമ്മൾ കുണ്ടല ഡാമിൻ്റെ അവിടെ ഒന്ന് നിർത്തി. കുണ്ടല ഡാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചെറി ബ്ലോസം ഒക്കെ അവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പൂത്ത് നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഡാമിൻ്റെ നടുക്കൂടെ ഡാമിൻ്റെ മേളിൽ കൂടെ ചെറിയൊരു വഴിയേ ഉള്ളൂ. പക്ഷേ അതിലെ പോലും ബസ് റൂട്ടാണെന്നുള്ളതാണ്. അതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് മാറി വില്ലേജസ് ഉണ്ട്, അവിടെ വേണേൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം ഏകദേശം ഇരുണ്ടിരുന്നു. അപ്പം നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും അവിടെ എടുക്കാൻ പറ്റില്ല. പക്ഷേ കുണ്ടല ഡാമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വട്ടവടയ്ക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഉള്ളത് ടോപ്പ് സ്റ്റേഷനാണ്. ടോപ്പ് സ്റ്റേഷനും അത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ചെയ്യാൻ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് അടിക്കാം. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ കുന്നുകളും താഴ്വാരങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാമ്പൻചോല നാഷണൽ പാർക്കിനകത്ത് കയറുമ്പം നല്ല പച്ചപ്പും നല്ല രസമാണ് അതിനകത്തൂടെ പോരാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾ ഇരുണ്ടു. പക്ഷേ എന്നാലും നമ്മൾ കാട്ടുപോത്തിനെ ഒരു 3-4 എണ്ണത്തിനെ ഒന്നിച്ച് നിൽക്കുന്നത് 3-4 അതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ നിന്ന് ഫുഡ് മേഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ട് നമ്മൾ വട്ടവടയിലെത്തിയപ്പോഴത്തേന് രാത്രിയായി. വട്ടവടയിൽ
നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോവിലൂർ റിസോർട്ടിലാണ്. നല്ല ബ്യൂട്ടിഫുൾ റിസോർട്ടാണ് കേട്ടോ. അടിപൊളി ഒരു റിസോർട്ട്, 21 റൂംസ് ഉള്ള റിസോർട്ടാണ്. അതിനകത്ത് ജാക്കുസി ഉള്ള റൂംസ് ഉണ്ട്, പ്രീമിയം റൂംസ്, അതുകൂടാതെ ഡിലക്സ് റൂംസ് ഉണ്ട്. ടോട്ടൽ 21 റൂംസാണ്. അതുകൂടാതെ കോട്ടേജ് ഒരെണ്ണം റെഡിയായി വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂള്, ഓൺ ദ ടോപ്പ് സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് രാവിലെ നല്ല ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ്, മുയലിറച്ചി, അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുവേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വട്ടവട കാഴ്ചകൾക്കായിട്ട് ഇറങ്ങിയത്. അപ്പം വട്ടവട കാഴ്ചകളാണ് നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടുവരുന്നത്. നമ്മളങ്ങനെ ജീപ്പ് യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വരുന്നത് സുഗുവിൻ്റെ ജീപ്പാണ്. ഇതാണ് സുഗുവിൻ്റെ ജീപ്പിലാണ് വരുന്നത്. സുഗു, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? വാഴകുട വ്യൂ പോയിന്റ് എന്ന് പറയും. വാഴകുട വ്യൂ പോയിന്റ്. നല്ല സൂപ്പർ വ്യൂ പോയിന്റാണ്. ഷർത്തും ഉണ്ട് കേട്ടോ. ഷർത്ത് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ദിവസമുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജീപ്പ് യാത്രയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഇവിടെ കോവിലൂർ റിസോർട്ടിലും ഉണ്ട്. അപ്പം ശരത്തും ഉണ്ട്. എങ്ങനെയുണ്ട് ശരത്ത് സ്ഥലം? സൂപ്പർ. കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. പച്ചപ്പിൻ്റെ നിറകുടമെന്ന് വേണേൽ പറയാം. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കെല്ലാം യൂക്കാലിപ്റ്റസും കാറ്റാടി മരവും ഒക്കെ കാണുമായിരിക്കും അല്ലേ. പക്ഷേ ഈ കാണുന്നതെല്ലാം തട്ടായിട്ട് ഇഷ്ടം പോലെ പച്ചക്കറി തോട്ടങ്ങളാണ്. പച്ചക്കറിയും പാടമുണ്ടോ? നെൽപ്പാടമുണ്ടോ? ഇല്ല, പച്ചക്കറി മാത്രമേ ഉള്ളൂ. വട്ടവടയിൽ നെൽപ്പാടം ഇല്ല അല്ലേ? വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് അവർ മാറ്റി പിന്നെ വേറെ പച്ചക്കറി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി തോട്ടങ്ങളാണ് എല്ലാം. നല്ല തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. കാണാമെന്ന് പറഞ്ഞാണല്ലോ ഒരു പ്രത്യേക ഫീലാണ്. അതിൻ്റെ ആ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ചെറിയ ചെറിയ കുടിലുകളുണ്ട്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ കാണാം. നല്ല വെള്ളം. ഇപ്പോൾ ഈ സമയം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ തട്ടായിട്ട് നിൽക്കുന്ന പച്ചക്കറി തോട്ടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഉള്ളൂ ഒരു നിറവ് തന്നെയാണ്. കെയാ, എന്താണ് പറയാനുള്ളത് ഈ സ്ഥലത്തിനെ കുറിച്ച്? സ്വർഗം. അടിപൊളി. വാട്ട് അബൌട്ട് കൽപ്പിത? ഫാമിംഗ്. കൽപ്പിത ഫാമിങ്ങിന് പോവാണ്. അപ്പം ഇവര് ഫാമിങ്ങിനായിട്ടൊക്കെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ? അല്ല, പോരുകയാണ്. എന്നാ വാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിർത്തിയ സ്ഥലമാണ് ചിലന്തിയാർ വാട്ടർഫോൾസ്. ശരിക്കും പറഞ്ഞാൽ റിപ്പിൾസ് ആണ് കേട്ടോ. ചിലന്തിയാർ വാട്ടർഫോൾസ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ കാണുമ്പോഴത്തേന് ഇഷ്ടംപോലെ റോക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല വഴുക്കലാണ്. പിള്ളേരൊക്കെ അതിൽ ഇറങ്ങുകയാണെന്നോട്ട് സൂക്ഷിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോലും സൗകര്യമില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡൈവിങ് ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് ഡാം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുടിവെള്ളത്തിനായിട്ട്, ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് കുടിവെള്ളത്തിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെക്ക് ഡാമാണ്. പക്ഷേ താഴെ റിപ്പിൾസ് ഇപ്പോഴും കാണാം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ റിപ്പിൾസ് കാണാൻ പറ്റും. ഇനിയുണ്ട് ഇവിടുന്ന് നടക്കാനായിട്ട് ഏകദേശം ഒരു 400 മീറ്റർ നടന്നാൽ നമുക്ക് കേവിലെത്താം. അവിടെ ഒരു കേവ് ഒക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ പോയപ്പോഴത്തേന് കുറേ ക്രിക്കറ്റിൻ്റെ ഷെല്ലും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കുറേ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിപ്പം മൺസൂൺ ടൈം ആയതുകൊണ്ട് ഇപ്രാവശ്യം ക്രിക്കറ്റ് ഷെല്ലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ക്രിക്കറ്റ് കേൾക്കാം. ഇതിനകത്ത് മുഴുവൻ ക്രിക്കറ്റ്സിൻ്റെ സൗണ്ടാണ്. അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങൾ ഒരു സൈഡിലുണ്ട്. അപ്പുറത്തോട്ട് കാട് കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ. കാടിനകത്തൂടെയാണ് നമ്മൾ ഒരു 400 മീറ്റർ നടക്കാനുണ്ട്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് വന്ന് പോകേണ്ട ഒരു സ്ഥലമാണ് വട്ടവട എന്ന് പറഞ്ഞാൽ. മൂന്നാർ വരെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്ററോടെ ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടവട വന്നിരിക്കണം. അപ്പം ചെക്ക് ഡാം കണ്ടു. നമ്മൾ ഇനിയിപ്പോൾ കേവിലേക്ക് പോവാണ്. പോവാം. ഞാനേ റിപ്പിൾസ് താഴേന്ന് കാണാമെന്ന് പറഞ്ഞു. റിപ്പിൾസ് താഴെ മാത്രമല്ല, അത് ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ റിപ്പിൾസ് ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ റിപ്പിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ അടിച്ച് കുറച്ച് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ താഴോട്ട് പോകുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ കൂടെയാണ് ചെറുതായിട്ട് ഈ തടികൾ ഇട്ടിട്ടുണ്ട്. തടിയല്ല, നമുക്ക് ആ കമ്പുകളൊക്കെ എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ മരത്തടികൾ അതിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് നടന്ന് അപ്പുറത്ത് ചെല്ലാം. എന്നാലേ നമുക്ക് ഗുഹയുടെ ഭാഗത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ റിപ്പിൾസിൻ്റെ സൗണ്ടാണ് മൊത്തത്തിൽ ചുറ്റുവട്ടത്. അതേപോലെ തന്നെ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിയൊക്കെ ആയിരിക്കുന്നത്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പിൾസ് നന്നായിട്ട് കാണാം. ആ കംപ്ലീറ്റ് ഒരു വൈൽഡ് ആംബിയൻസ്, വൈൽഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നടക്ക്. അങ്ങനെ ചിലന്തിയാർ റിപ്പിൾസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചിലന്തിയാർ ടൈഗർ കേവിൻ്റെ ഇവിടെ വന്നേ. ടൈഗർ കേവ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ പണ്ടെങ്ങാണ്ട് ടൈഗേഴ്സ് ഒക്കെ ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പം ടൈഗേഴ്സ് ഒന്നുമില്ല, ഇപ്പം കേവ് മാത്രമാണ്. നമുക്ക് ക്രിക്കറ്റിൻ്റെ ഷെൽസ് കിട്ടി കേട്ടോ.
കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചാൽ മൺസൂണൊക്കെ ആയതുകൊണ്ട് അതൊക്കെ അലിന്നു പോയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർക്ക് ക്രിക്കറ്റിൻ്റെ ഷെൽസ് കിട്ടി. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ തമ്മനയിലായിട്ട് കാണുന്ന റോക്ക് ക്ലൈമ്പിംഗ് ആയിരിക്കും. റോക്ക് ക്ലൈമ്പിംഗ് അല്ല, ഞങ്ങൾ ജസ്റ്റ് ഇത് ചെയ്തുണ്ടോ പിള്ളേരാണേലും അതിലൊന്ന് കയറാനായിട്ട് നോക്കുന്നുണ്ട്. അവർ ആ ഒരു വേരിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ സൂക്ഷിച്ച് വേണം കേട്ടോ, എന്തായാലും സൂക്ഷിച്ച് വേണം. അന്ന് ഞങ്ങളിതിലെ വന്ന് അകത്തൂടെ കയറി പോകാമെന്നാണ് പറഞ്ഞത്. അന്ന് കയറി പോയതായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ വന്ന് കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇപ്പം പറഞ്ഞു സുഖു പറഞ്ഞതിനാ വെച്ചാൽ ഇതിനകത്തൂടെ കയറി പോകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിവിടെ വരുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ ഇടരുത്. ഫുഡ് വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഇവിടെ കൊണ്ടിട്ടരുത് കേട്ടോ. ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്, കുപ്പികളുടെ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ, അങ്ങനെ കുറേ വേസ്റ്റുകളുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അത്രയും വേസ്റ്റ് കൊണ്ടിട്ട് നശിപ്പിച്ച് കളയരുതല്ലോ. വാ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തൂടെ ഗുഹയ്ക്ക് അകത്തൂടെ കയറി ഇപ്പുറത്ത് വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും കൽപ്പിതയും അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല. പക്ഷേ KRയും അതുപോലെ തന്നെ അഭിലാഷും സുകുമാറും അതിനകത്തൂടെ തന്നെ പോന്നു. ശരത്തും ഞങ്ങളുടെ കൂടെ ഇപ്പുറത്തൂടെ വന്നു. ശരത്ത് പറഞ്ഞു ഇടയ്ക്കെങ്ങാനും ഉടക്കി പോയി കഴിഞ്ഞാൽ മൊത്തം പാറ പൊട്ടിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പുറത്തോടേക്ക് പോകുന്നു. പക്ഷെ ഒത്തിരി പേര് ഇതിനകത്തൂടെ തന്നെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അപ്പുറത്ത് കുളിക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പുറത്താണെങ്കിലും ആലൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നു, പാറയുടെ മേളിൽ കൂടെ നല്ല രസമാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വാ, ഈ വട്ടവട എന്ന് പറയുമ്പോഴേ അതിൻ്റെ പ്രധാന ഫീൽ എന്ന് പറയുന്നത് ഈ ഫാംസ് തന്നെയാണ്. ഈ ടെറസ്ഡ് ഫാംസ് തന്നെയാണ്. ഫാം ലാൻഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ആ കൃഷിത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ തട്ടുതട്ടായിട്ട് കാണുന്നതാണ് അതിൻ്റെ ആ ലുക്ക് ആൻഡ് ഫീൽ. അതാണ് നമുക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ആ ഫീൽ വരുന്നത്. പിന്നെ ആ കാട്ടിലോട്ട് പോവുക, വെള്ളച്ചാട്ടം കാണുക, അതുപോലെ ഗുഹയിൽ പോവുക, അതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. പിന്നെ നൈറ്റ് ലൈഫ് ഉണ്ട് കേട്ടോ. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് അന്വേഷിച്ച് നൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി ഉണ്ട്. അങ്ങനെ ഇല്ല സുഖു? അന്നേരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേനും നമ്മൾ മുയലിനെ കണ്ടു, മാനിനെ കണ്ടു, കുറച്ച് കാട്ടുപോത്തിനെ കണ്ടു, ഒരു കുറുക്കനെ കണ്ടു. അങ്ങനെ അതൊക്കെയാണ് കാണുക മിക്കവാറും അല്ലേ? അതെ, വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെയാണ്. നമുക്ക് എപ്പോഴും എല്ലാത്തിനെയും കാണണമെന്നില്ല. ചില ദിവസം ചിലതിനെ കാണാം, ചിലപ്പം കണ്ടില്ല എന്ന് വരാം. മിക്കവാറും നമ്മൾ ആ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോരുന്ന വഴിക്ക് ആനക്കൂട്ടങ്ങൾ അവിടെ മാട്ടുപ്പെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നിടത്ത് സാധാരണ ആനക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഇപ്രാവശ്യം വന്നപ്പം കണ്ടില്ല. ഏതായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ വട്ടവട വില്ലേജ് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല കളർഫുള്ളായിട്ട് പല കളറിലെ വീടുകൾ, അത് നീല, പച്ച, ചുമല, അതേപോലെ തന്നെ പിങ്ക്, യെല്ലോ, ഇതെല്ലാ കളറും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ്. അതേപോലെ ഇച്ചിരി ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ട് കാണാം, കോവിലൂർ റിസോർട്ട്. അതിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കാണാനായിട്ട് നല്ല രസം. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ആ കോവിലൂർ റിസോർട്ടിൻ്റെ ആണെങ്കിലും നല്ല വ്യൂ ആണ്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മലകളാണ്. ആ മലയിലെല്ലാം വലിയ മരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഈ തോട്ടങ്ങളുണ്ട്. പഴത്തോട്ടമാണ് അപ്പുറത്ത്. നമ്മൾ ഇനി പോകുന്ന പഴത്തോട്ടമാണ് അല്ലേ? ഇനി പഴത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. പഴത്തോട്ടം പോയി തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്നു അല്ലേ? ഹണി ബീ ഫാമും ഉണ്ട്. ഒരു ഹണി ഫാമും ഉണ്ട്. അതുപോലെ പഴത്തോട്ടം കണ്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വാ, അങ്ങനെ നമ്മൾ കേവ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് യാത്ര ചെയ്ത് നമ്മൾ ആ വ്യൂ പോയിന്റ് കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് ആണ്. പഴത്തോട്ടം വ്യൂ പോയിന്റ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നമ്മുടെ റിസോർട്ടൊക്കെ മേളിൽ നിന്ന് തന്നെ കാണാമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഴത്തോട്ടത്തിൽ തന്നെ വന്നു. അവിടെ പഴത്തോട്ടത്തിൽ വന്നിട്ട് സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറിയുടെ സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ നമ്മൾ പറിച്ചു, കുറച്ച് നമ്മൾ വാങ്ങി, സ്ട്രോബെറി ജാമും ഒക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഈ വെള്ളച്ചാട്ടത്തിലെത്തും. ഇത് വട്ടവട വെള്ളച്ചാട്ടം. മറ്റത് ഞാൻ റിപ്പിൾസ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് വെള്ളച്ചാട്ടം തന്നെയാണ്. നല്ല ഉയരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടി 1, 2, 3, 4 തട്ടായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ പോവുകയാണ്. വട്ടവട വെള്ളച്ചാട്ടത്തിന് ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്ത് സന്തോഷം. നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ആ വെള്ളം വീണിട്ടേ ആ എറിച്ചിലിങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് അടിക്കുക. അപ്പോൾ ചെറിയൊരു തണുപ്പും ഈർപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ബീ ഫാമുണ്ട്, ഹണി ബീൻ്റെ ഫാമുണ്ട്. അവിടെയും കൂടെ പോയി നമ്മൾ റിസോർട്ടിലോട്ട് അങ്ങ് പോവുകയാണ്.
റിസോർട്ടിൽ പോയി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഈ വീഡിയോ അങ്ങ് നിർത്തും. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ.